നിയമന വിവാദങ്ങൾക്കിടെ ദേവസ്വം ബോർഡിന്റെ നിർണായക യോഗം ഇന്ന് നടക്കും. ആരോപണ വിധേയരായവരുടെ നിയമനങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ബോർഡിന് കത്ത് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി അപർണ KS ചേരുന്നുണ്ട്. അപർണ, എന്തായാലും ഈ ഒരു നിയമനത്തിനിടയിൽ ദേവസ്വം മന്ത്രി അടക്കം അതൃപ്തി പ്രകടിപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും ദേവസ്വം ബോർഡ് തങ്ങളുടെ നിർണായക യോഗം അടക്കം ചേരുന്നത്. എന്തൊക്കെയായിരിക്കാം ഈ യോഗത്തിൽ ചർച്ചയാവുക? കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം വളരെ വലിയ വിവാദങ്ങൾക്കും പരാതികൾക്കും ഒക്കെ വഴിവെച്ച ഒരു അഡ്മിനിസ്ട്രേറ്റർമാരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികളിലാണ് ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേരുന്നത്. വളരെ നിർണായകമായ ഒരു യോഗം തന്നെയാണ് ഇന്ന് ചേരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പട്ടിക പ്രകാരം അഡ്മിനിസ്ട്രേറ്റർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വളരെയേറെ വലിയ വിവാദങ്ങളും വലിയേറെ പരാതികളും ഒക്കെ തന്നെ ഉയർന്നിരുന്നു. പല മേഖലകളിൽ നിന്നും ഒക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു. അതായത് വിജിലൻസ് അന്വേഷണം നേരിടുന്നവരെയും ആരോപണ വിധേയരെയും കൂടാതെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടക്കം SITയുടെ ചോദ്യം ചെയ്യലിന് വിധേയരായവരെ അടക്കം പ്രധാന തസ്തികയിൽ നിയമിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ഉത്തരവാണ് പുറത്തിറങ്ങിയത്. അതിനെതിരെ വളരെയേറെ പരാതികളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു. കൂടാതെ തന്നെ ഈ പട്ടിക പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ബോർഡിന് കത്ത് നൽകിയിരുന്നു. അപ്പൊ ഈ കത്തടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് ചേരുന്ന യോഗം ചർച്ച ചെയ്യുന്നതായിരിക്കും. അതായത് വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ ഒരു സ്ഥലമാറ്റത്തിനുള്ള പട്ടിക പുറത്തിറക്കിയത്. ഇറങ്ങിയ പട്ടിക പ്രകാരം ഉള്ള ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ ചുമതല ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവർ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു. കൂടാതെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ ഈ പട്ടിക പുറത്തിറക്കിയത്. അപ്പോൾ മറ്റൊരു പട്ടിക പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നിയമോപദേശം ബോർഡ് തേടിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ നിയമിതരായ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അത് വളരെ വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ ഇതും കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ നിയമോപദേശം കൂടി ചേർന്നിരിക്കുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ പട്ടിക പുറത്തിറക്കിയാൽ, അതായത് ഈ അന്വേഷണം നേരിടുന്നവർ അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടക്കം SIT അന്വേഷണം നേരിട്ട ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ ഉന്നത സ്ഥാനത്തേക്ക് നിയമിച്ചു കഴിഞ്ഞാൽ ഈ ബോർഡിനും ആ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്തെങ്കിലും തരത്തിലുള്ള പങ്കുള്ളതായി കരുതും. അതായത് ജനങ്ങൾ കരുതും അത് ബോർഡിന് തന്നെ ഒരു നാണക്കേടാകും, അല്ലെങ്കിൽ ബോർഡിന് തന്നെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമായി മാറും. അതുകൊണ്ട് തന്നെ ഈ പട്ടിക ഒന്ന് പുനഃപരിശോധിക്കണം എന്ന കാര്യം കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി കെ മുരളീധരൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൂടാതെ തന്നെ ഈ ഭരണാനുകൂല സംഘടനയായ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ടും ഈ നിയമനങ്ങളെ കുറിച്ച് വളരെയേറെ പരാതികൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇടത് അനുകൂല സംഘടനകൾ നൽകിയ പട്ടിക പ്രകാരമുള്ള നിയമനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പട്ടിക പുനഃപരിശോധിക്കണം എന്ന ഒരു ആവശ്യം കൂടി ഈ സംഘടനകൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. കൂടാതെ തന്നെ സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിന് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ ഒരിക്കലും തയ്യാറാകുകയില്ല. അദ്ദേഹത്തിന് സർക്കാരുമായി വളരെ നല്ലൊരു ബന്ധമുണ്ട്. എന്നാൽ ഇന്ന് ബോർഡിലെ മറ്റ് 2 ഇടത് അംഗങ്ങളുടെ നിലപാട് എന്താകും എന്നുള്ളതായിരിക്കും ഇന്ന് ചേരുന്ന യോഗത്തിലെ പ്രധാനമായും ഒരു വിഷയം എന്ന് പറയുന്നത്. എന്നിരുന്നാൽ കൂടി എന്തായാലും നിയമോപദേശവും കൂടി തേടിയിട്ടുള്ള സാഹചര്യത്തിൽ അതിന്റെ വശങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഈ പട്ടിക പുനഃപരിശോധിക്കണമോ എന്ന കാര്യത്തിൽ അടക്കം ഒരു തീരുമാനം ഉണ്ടാകുക. കാത്തു. ശരി, അപർണയാണ് വിവരങ്ങൾ നൽകിയത്.